എന്താ ശിശുപാലൻ ചേട്ടാ, രാവിലെ ഒരു ഉഷാറില്ലല്ലോ, എന്തു പറ്റി? ഒന്നും പറയണ്ട പ്രൊഫസറെ, വിഷു പ്രമാണിച്ച് ഇന്നലെ സ്മോൾ അടി കുറച്ച് കൂടുതലായിപ്പോയി. രാത്രി വീട്ടിൽ ചെന്ന് കയറിയപ്പോ ബോധമില്ലായിരുന്നു. എന്നിട്ട് ശിശുപാലൻ ചേട്ടന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ലേ? അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ഞാനൊന്നും കണ്ടുമില്ല കേട്ടുമില്ല. കഷ്ടം. എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കെട്ടിയവൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന അന്ന് മുറ്റത്ത് കിടക്കും, ഞാൻ വാതിലോർക്കില്ല. ഇതൊക്കെ ഇപ്പൊ പറയും, പക്ഷെ കല്യാണം കഴിയുമ്പോ കളി മാറും പ്രൊഫസറെ. നമസ്കാരം. ഇരിക്കൂ. ശിശുപാലിന് രാവിലെ വേറെ ജോലിയൊന്നുമില്ലേ? ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സാറെന്താന്ന് താമസിച്ചത്? സ്വയംപ്രഭേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വെറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഒരു സാമൂഹ്യ സേവകൻ കൂടിയായിരിക്കണം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും നമ്മളത് നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാവിലെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഞാനത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. സാറിന്റെ ഈ സ്വഭാവമാണ് സാറിന്റെ മറ്റ് വില്ലേജ് ഓഫീസർമാരിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ്. അതുകൊണ്ടാ കേരളഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടിന് തഹസിൽദാർ മോഹനേഷ സാറിനെ തന്നെ തെരഞ്ഞെടുത്തത്. കേരളഭൂമി പത്രം എന്താ കാര്യം? സാറിനെ രാവിലെ കാണാമെന്ന പിള്ളേരുടെ കാര്യമായി പറഞ്ഞത്. ഏത് പിള്ളേർ? സാർ, കേരളഭൂമി പത്രം വില്ലേജ് ഓഫീസുകളെ കുറിച്ചൊരു പഠനം നടത്തുന്നു. നമ്മുടെ തഹസിൽദാറുടെ മോള് മാലിനിയാണ് ലേഖനം എഴുതുന്നത്. കൂട്ടത്തിൽ അവരുടെ ഭർത്താവ് ജയകുമാറും ഉണ്ട്. ഈ ജയകുമാറും വലിയ ആളാ. പഴയ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഗോപാലൻ സാറിന്റെ മകനാ. മോളും മരുമോനും കൂടി ഏതെങ്കിലും വില്ലേജ് ഓഫീസിന്റെ കാര്യം പറയാൻ പറഞ്ഞപ്പോ തഹസിൽദാർ ഇവിടുത്തെ കാര്യം പറഞ്ഞു. എന്നിട്ടെന്താ, മാലിനിയും ജയകുമാറും കൂടി രാവിലെ ഇവിടെ വന്നു. അപ്പൊ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്കപ്പൊ സാറിന്റെ വീട് കാണണം. സാറിന്റെ വീട്ടിന്റെ മുമ്പിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. ക്യാമറയായിട്ടാ വന്നത്. ഞങ്ങള് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ സാറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു. ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാനാണെന്നാ പറഞ്ഞ. സാറിന്റെ ഭാഗ്യം, കേരളഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോയൊക്കെ വന്നാ പിന്നെ എന്താ ഗമ. അതവരായിരുന്നല്ലേ? അല്ല, സാറാ പിള്ളേരെ കണ്ടില്ലേ? കണ്ടു. സംസാരിച്ചില്ലേ? ധാരാളം. ഈ ഫോൺ എടുക്കൂ ശിശുപാല. എന്റെ നാവ് വരളുന്നു, കൈക്കൊക്കെ ഒരു തളർച്ച. ഹലോ, അതെ സാറുണ്ട്, കൊടുക്കാം. സാർ തഹസിൽദാരാ? ആയിരിക്കുമല്ലോ. ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞേക്കേ. എന്നിട്ട് തഹസിൽദാർ എന്തു പറഞ്ഞു? അതൊന്നും ഞാൻ ഫോൺ എടുത്തില്ല. ഞാൻ ആഫീസിൽ എത്തിയിട്ടില്ല, അരമണിക്കൂർ കഴിഞ്ഞ് വരും, 1 മണിക്കൂർ കഴിഞ്ഞ് വരും എന്നൊക്കെ തഹസിൽദാരുടെ ശിശുപാലൻ പറഞ്ഞു. ഒരു 11:30 ആയപ്പോ തഹസിൽദാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുവരെ മോഹനേഷ് ആഫീസിൽ എത്തിയിട്ടില്ല എങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസിന് നടപടി എടുക്കുമെന്ന്. അപ്പൊ പിന്നെ ഫോൺ എടുത്തല്ലേ പറ്റൂ. എന്നിട്ട് ഇതുവരെയുള്ള എന്റെ അനുഭവത്തില് തഹസിൽദാർ നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിനും മറ്റൊരു മുഖം ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴാ മനസ്സിലായത്, ഒരു തഹസിൽദാറിന് ഇങ്ങനെയൊക്കെ തെറി പറയാൻ പറ്റുമോ? അത് പിന്നെ തഹസിൽദാരെ പറ്റി മോഹനേട്ടൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? വലിയ അടിയായിപ്പോയി. ഇനി ഞാൻ തഹസിൽദാരുടെ മുഖത്ത് എങ്ങനെ നോക്കും പാമ്മേ? നോക്കണ്ട.
അല്ലെങ്കിൽ തന്നെ രണ്ടാളുകളെ കാണുമ്പോ അവരുടെ പേര് പോലും ചോദിക്കാതെ വേണ്ടാതീനം പറയുന്ന ഒരാൾക്ക് നാണിക്കാൻ എന്തിരിക്കുന്നു? മോഹനേട്ട പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പീറ്റർ മീര ഇവിടെ വന്നു. അവരെ കൊണ്ട് അത്യാവശ്യം കടലാസിലൊക്കെ ഒപ്പിടിച്ച് രണ്ടുപേർക്ക് ഓരോ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ആ കേസ് എന്തായി? എന്താവാൻ? പോലീസ് അനാസ്ഥയ്ക്കെതിരെയാണ് കേസെന്നറിഞ്ഞതോടെ ഡിവൈഎസ്പി ഇട്ടൂപ്പ് സാറ് എന്നെ വിളിച്ചു. സത്യഭാമേ, ആ പെറ്റീഷൻ പ്രസ് ചെയ്യരുത്, കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കേസ് വാദം തുടങ്ങിക്കഴിയുമ്പോൾ പോലീസ് ശരിയായി പ്രവർത്തിച്ചില്ല എന്നോ മറ്റോ ഒരു ജഡ്ജിയുടെ നാവിൽ നിന്ന് വീണാൽ പോലീസിനല്ലേ നാണക്കേട്. എന്തായാലും പോലീസുകാർ പീറ്ററിന്റെ മീരയുടെ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് വാങ്ങിച്ചിട്ടു. ഇന്നെനിക്ക് സന്തോഷമുള്ളൊരു ദിവസം. ഒരു കേസ് വാദിക്ക് പോലും ചെയ്യാതെ ജയിച്ചില്ലേ? ഞാനാണെങ്കിൽ ജയിച്ച കേസ് വെറുതെ വാദിച്ച് തോറ്റു. എന്നെ തോപ്പിക്കാൻ നോക്കിയതല്ലേ? എന്നിട്ടോ? സാരമില്ല, പോട്ടേട്ടോ. നമുക്കൊരു ദിവസം നേരിട്ട് പോയി തഹസിൽദാരെ കണ്ട് കാര്യങ്ങൾ പറയാം. കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത ആളാണോ തഹസിൽദാർ? മനസ്സിലാവുമായിരിക്കും അല്ലേ? പിന്നില്ലാതെ. ഹൈക്കോടതി ജഡ്ജിമാരെ വരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈ അഡ്വക്കേറ്റ് സത്യഭാമയുള്ളപ്പോൾ ആ വില്ലേജ് ഓഫീസറായ മോഹനകൃഷ്ണനെ പേടിക്കണം. അത് മാത്രം എന്റെ പേടി. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് സ്വയം പാര പണിയുക എന്നത് മോഹനകൃഷ്ണന്റെ ശീലമാണ്. വല്ലവരും അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ തഹസീൽദാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ആള് മോഹനകൃഷ്ണനല്ലേ, ഇനിയും ഇതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്. കാര്യം നിസ്സാരം.